ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ സാധാരണ വാട്സപ്പിൽ സ്റ്റാറ്റസ് വെക്കാറുണ്ട് അല്ലെ? അതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ട്സിന്റെ സ്റ്റാറ്റസുകൾ നമ്മൾ കാണാറുണ്ട്. ഞാനിവിടെ പറഞ്ഞുതരാൻ പോകുന്നത് നമ്മൾ വാട്സപ്പിൽ സ്റ്റാറ്റസ് വെക്കുന്ന സമയത്തും അതുപോലെ തന്നെ നമ്മൾ സ്റ്റാറ്റസ് ഫ്രണ്ട്സിന്റെ കാണുന്ന സമയത്ത് പ്രത്യേകിച്ചും നമുക്ക് ചെയ്തു വെക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു സെറ്റിംഗ്സിനെ കുറിച്ചാണ്. ഇത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു കാര്യമാണ്. അപ്പൊ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും എല്ലാ ഫ്രണ്ട്സിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. വാട്സപ്പിൽ നമ്മൾ ഫ്രണ്ട്സിന്റെ ഒക്കെ സ്റ്റാറ്റസ് കാണുന്ന സമയത്ത് നമുക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു ഓപ്ഷനാണ് ഞാൻ പറഞ്ഞിരുന്നത്. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആദ്യം തന്നെ പ്ലേ സ്റ്റോറിൽ ഒന്ന് കയറിയതിനു ശേഷം ഒന്ന് വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. എല്ലായ്പ്പോഴും നിങ്ങളൊന്ന് ചെയ്യേണ്ടതാണ്. ഒരാഴ്ച കൂടുന്ന സമയത്ത് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ വാട്സപ്പ് തന്നെ അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക് അപ്ഡേറ്റ് ആയിക്കോളും. ഇല്ലെങ്കിൽ നമുക്ക് വാട്സപ്പ് ഇവിടെ നോക്കാം, അപ്ഡേറ്റ് ഉണ്ടോ നോക്കാം. ഇല്ല, ഇവിടെ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഫ്രണ്ട്സിന്റെ ഒക്കെ പ്രൊഫൈൽ കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ തൊട്ട് താഴെയായിട്ട് നമുക്ക് അപ്ഡേറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിന്റെ സ്റ്റാറ്റസ് നമുക്ക് കാണാൻ സാധിക്കും. കണ്ടില്ലേ, ഇവിടെയൊക്കെ നമ്മുടെ ഫ്രണ്ട്സിന്റെ സ്റ്റാറ്റസുകൾ ഇവിടെ താഴെയുണ്ട്. ഇവിടെ ഏറ്റവും മുകളിൽ നമുക്ക് സ്റ്റാറ്റസ് വെക്കാനുണ്ട്. താഴേക്ക് നമ്മുടെ ഫ്രണ്ട്സിന്റെ സ്റ്റാറ്റസ് ഒക്കെ നമുക്ക് കാണാം. ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഏതെങ്കിലും ഒരു ഫ്രണ്ടിന്റെ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ഫ്രണ്ടിന്റെ സ്റ്റാറ്റസ് നമുക്ക് തീരെ കാണണ്ടെന്ന് വിചാരിക്കും. ഇവിടെ ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു ആളുടെ സ്റ്റാറ്റസ്, എന്റെ ഫ്രണ്ടിന്റെ സ്റ്റാറ്റസ് നോക്കുന്ന സമയത്ത് ഇതിലൊക്കെ കുറെ ഡ്രസ്സ് മെറ്റീരിയൽസ് കാര്യങ്ങൾ ഇങ്ങനെ വന്നുകൊടുക്കും. അപ്പൊ നമുക്ക് അത് നോയ്സ് ശല്യമാണ് തോന്നുകയാണെങ്കിൽ നമുക്ക് അത് മാത്രമായിട്ട് ആ ഫ്രണ്ടിന്റെ ഒരു സ്റ്റാറ്റസ് നമുക്ക് കാണാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി എന്നറിയോ, ആ സ്റ്റാറ്റസിന്റെ മേലെ ഒന്ന് ലോങ് പ്രസ് ചെയ്യാം. ആ പേര് കാണുന്നില്ല, അവിടെ ഒന്ന് ലോങ് പ്രസ് ചെയ്യുക. ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇത് ഹൈഡ് ചെയ്യണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഹൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും ഇവരുടെ സ്റ്റാറ്റസുകൾ നിങ്ങൾക്ക് കാണേണ്ട കാര്യമേ വരുന്നില്ല. അപ്പൊ ഇവിടെ ഹൈഡ് ഞാൻ കൊടുക്കും. ഇനി നമുക്ക് എങ്ങനെയാണ് അൺഹൈഡ് ചെയ്യുക എന്നുള്ളത് ചിലപ്പോൾ നമുക്ക് അത് കാണണം തോന്നിയാലോ. അപ്പൊ നമുക്ക് എന്താ ചെയ്യുക, അതിനാണെങ്കിൽ നമ്മൾ താഴേക്ക് വന്നു കഴിഞ്ഞാൽ, ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ആ ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ഏറ്റവും താഴെ വരിക. താഴെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഹിഡൻ അപ്ഡേറ്റ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണിക്കുന്നുണ്ട് അല്ലെ? ആ ഹിഡൻ അപ്ഡേറ്റ്സിന്റെ തൊട്ടടുത്ത് ഒരു ഏരോ മാർക്കും കാണിക്കുന്നുണ്ട്. ഹിഡൻ അപ്ഡേറ്റ്സിന്റെ അടുത്ത് ഒരു ഏരോ മാർക്ക്. ആ ഏരോ മാർക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ വ്യക്തിയെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം അതിന്റെ മേലെ, ആ പേരിന്റെ മേലെ ഒന്ന് ലോങ് പ്രസ് ചെയ്യുക. അങ്ങനെ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് അൺഹൈഡ് എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ കാണിക്കും. ആ അൺഹൈഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അവരുടെ അപ്ഡേറ്റ്സുകളൊക്കെ വരുന്നത് കാണാൻ സാധിക്കും.